പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഉമ്മമാര്, സഹോദരിമാര് പലരും ചിന്തിക്കാറുണ്ട്, ഉസ്താദേ വിശുദ്ധമായ റമദാനിന് തയ്യാറെടുപ്പ് നടത്താൻ എന്നെ കൊണ്ടാവൂല, ഞാൻ ഒരുപാട് ദോഷം ചെയ്തു പോയ ആളാണ്, ഒരുപാട് പാപം വന്നു പോയ ആളാണ്. ചില ചെറുപ്പക്കാര് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഉസ്താദേ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയാൻ എനിക്ക് ധൈര്യമില്ല, എന്റെ ഇന്നലകളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയ ആളാണ്, എന്റെ രാപ്പകലുകളിൽ പാപമയമുള്ളതാണ്, ഞാൻ ഇരുളിന്റെ അറയിൽ ഒരുപാട് ദോഷം ചെയ്തു പോയ ആളാണ്, ഞാൻ എന്റെ കൂട്ടുകാരുമായി ഒത്തുകൊണ്ട് ഒരുപാട് വൻപാപങ്ങൾ ചെയ്ത ആളാണ്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തരുമോ, എനിക്ക് പുറത്തു തരുമോ എന്നൊരാൾ ചിന്തിച്ചു പോയാൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്യലാണ്. പലപ്പോഴും നമ്മൾ പരിഭവം പറയാറുണ്ട്, പരിതപിക്കാറുണ്ട്, പ്രയാസങ്ങൾ പറയാറുണ്ട്. ജീവിതത്തിന് യാതൊരു ബർക്കത്തും ഇല്ല ഉസ്താദേ, സമ്പത്ത് അത്യാവശ്യമുണ്ട്, നല്ലൊരു വീടുണ്ട്, പക്ഷെ എന്തോ ഒരു റാഹത്ത് കുറവ്, കാണാൻ മോശമില്ല, നല്ല സൗന്ദര്യമുള്ളൊരു ഭാര്യയുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മനസ്സിന് സന്തോഷം അവളിൽ നിന്ന് കിട്ടുന്നില്ല, ഒരു ബർക്കത്തില്ല. ജോലിയൊക്കെ ഉണ്ട്, വരുമാനമുണ്ട്, ഗൾഫിലും നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റാഹത്ത്, മൊത്തത്തിൽ എന്തോ ഒരു ബറക്കത്ത് കുറവ്. ഇങ്ങനെ ജീവിതത്തിലുടനീളം ബറക്കത്തില്ല ബറക്കത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ 2 മാസം ജീവിതത്തിലുടനീളം ബറക്കത്തുണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായൊരു പ്രാർത്ഥന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, ഈ റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണം എന്നതിൽ ഒടുങ്ങുന്നില്ല. ജീവിതത്തിലുടനീളം ബറക്കത്ത് ലഭിക്കണം എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം. പക്ഷേ നിലവിൽ 2 മാസങ്ങളെ പരിഗണിക്കേണ്ടത് കൊണ്ട് അതിന്റെ ബറക്കത്തിനെ എടുത്തു പറയുന്നു എന്ന് മാത്രം. ഈ പരിതപിക്കുന്നവരും പരിഹാരം ആവശ്യപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാവ് ഉയർത്തുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മൾ ഈ ബറക്കത്തിന്റെ പ്രാർത്ഥന ഏറ്റെടുത്ത് ആത്മാർത്ഥമായി നിർവഹിച്ചവർ എത്ര? ആദ്യമായി നമ്മളത് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാഴ്വാക്ക് പറയുന്ന ആളല്ല, എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ആളല്ല. അവിടുത്തെ വിരൽ തുമ്പലങ്ങിയാൽ പോലും അതിൽ ആഴമേറിയ അർത്ഥങ്ങളുള്ള പ്രതിഭാസമാണ് പ്രവാചക പുങ്കവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. രണ്ടാമത്തെ കണ്ടന്റ്, ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ കണ്ടന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വബല്ലിഗ്നാ റമളാൻ. അല്ലേ, പ്രാർത്ഥന കേട്ടിട്ടില്ല നമ്മൾ? അല്ലേ, ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. വബല്ലിഗ്നാ റമളാൻ, പടച്ചവനെ ഞങ്ങൾക്ക് റമളാനെ എത്തിച്ചു തരണം റഹ്മാനെ എന്നാണ്. ഞാൻ ചോദിക്കുന്നു, റമളാൻ നമുക്ക് എത്തിച്ചു തരണമെന്ന് പറയുമ്പോൾ റമളാൻ നമ്മെ തേടി ഇങ്ങോട്ട് വരൽ പോസിബിൾ അല്ല. റമളാൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരൂല, അത് പോസിബിൾ അല്ല, സാധ്യമാവൂല. മറിച്ച് റമളാനിന്റെ അരികിലേക്ക് നമ്മൾ എത്തലാണ്. എന്ന് പറഞ്ഞാൽ കാലചക്രം കറങ്ങുമ്പോൾ, നമ്മുടെ ആയുസ് ദീർഘമാകുമ്പോൾ റമളാനിന്റെ അരികിലേക്ക് നമ്മൾ എത്തലാണ്. ചോദ്യം നമുക്ക് എത്തിച്ചു തരണേ എന്നതാണ്. എന്നാൽ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണ്? അല്ലാഹുവേ, റമളാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ നാഥാ. അതാണ് അതിന്റെ അർത്ഥം. നോമ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങളെ കഫൻ തുണിയിലേക്ക് നീ കൊണ്ടുപോകല്ലേ അല്ലാഹ്. നോമ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങളെ ഖബറിലേക്ക് എടുക്കല്ലേ റഹ്മാനെ.
നോമ്പ് വരുന്നതിനു മുമ്പ് ഞങ്ങളുടെ ദേഹത്ത് നിന്ന് ദേഹി വിട പറയുന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം ഞങ്ങൾക്ക് നൽകല്ലേ. ആ വിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് മതി എന്നാണ് ആ പ്രാർത്ഥനയിൽ നാം ചോർത്തു വെക്കുന്നത്. ഈ വിശുദ്ധമായ റജബ് മാസം, ശഅബാൻ മാസം തുടങ്ങിയതിന് ശേഷം എത്ര ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. എത്ര ഉമ്മമാർ ഖബറിലേക്ക് യാത്രയായി പോയി. എത്ര ഉപ്പമാർ ഖബറിലേക്ക് യാത്രയായി പോയി. എത്ര യുവാക്കൾ ഖബറിലേക്ക് യാത്രയായി പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് റമദാനുകളെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി പ്രയോജനപ്പെടുത്തി കഠിനാധ്വാനം ചെയ്ത് അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റിയ ഒരു മൗത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടി ആരും ജീവിക്കുന്നില്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ സമയം നമുക്കറിയാത്തത് കൊണ്ട് മാത്രം നാം അതിനെ മറന്നുപോകുന്നു എന്നതാണ് വസ്തുത. സമയമറിയാത്തത് കൊണ്ട് മറന്നുപോകുന്നു. കാരണം ഇനിയുണ്ടാവും, ഇനിയുണ്ടാവും, ഇനിയുണ്ടാവും. ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് വരെ നാം മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ് വസ്തുത. അപ്പൊ എന്തുകൊണ്ടും ഈ പരിശുദ്ധമായ സ്വലാത്ത് വാർഷികം 25ാം വാർഷികമാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ ബർക്കത്തുള്ള സ്ഥലമാണ്. 2.5 പതിറ്റാണ്ട് കൊല്ലം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മജ്ലിസ് ഒരു നാട്ടിലുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അതിനേക്കാളും വലിയ പിടിവള്ളി വേറെയില്ല. നിങ്ങൾ ഇത് മാത്രമൊന്നും മുറുകെ പിടിച്ചാൽ മതി. ഉസ്താദ് അവറുകൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് എങ്ങും പോകണ്ട. ഈ മജ്ലിസ് സ്വർഗത്തിലേക്കാണ്, അത് മദീനത്തേക്കാണ്. 25 വർഷം ഒരു മജ്ലിസ് തുടർച്ചയായി നടക്കുക എന്ന് പറയുന്നത് തന്നെ ആ നാട്ടുകാരുടെ സൗഭാഗ്യമാണ്, ഭാഗ്യമാണ്. എല്ലാവർക്കും കിട്ടൂല. അല്ലാഹു ഇലാ യൗമിൽ ഖിയാമ വരെ പരമ്പരയായി അല്ലാഹു തആല നമ്മുടെ തലമുറകളായി അല്ലാഹു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കാസർഗോഡാണ്. പ്രത്യേകിച്ച് കർണാടകയുടെ കാറ്റടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ. കുറച്ചും കൂടെ ഒക്കെ പോയാൽ എനിക്ക് തോന്നുന്നു കർണാടക ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ അടുത്തുണ്ടായിരുന്നു, സോൺകാൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. മെനിഞ്ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് പയ്യന്നൂരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ നാടുമായിട്ട് ഇടക്കിടക്ക് എനിക്ക് ബന്ധമുള്ള ആളാണ് മാഷാ അല്ലാഹ്, കുറേ വർഷങ്ങളായി. അപ്പൊ സ്വലാത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ആളുകളാണ് കാസർഗോഡ് ജില്ലക്കാർ. ഇവിടെ എന്തോ ഒരു ലേശം വോൾട്ടേജും കൂടെ വരാനുണ്ട് എന്നൊരു തോന്നൽ, തെറ്റിദ്ധാരണയായിരിക്കാം. ഇൻഷാ അല്ലാഹ് മാറുമെന്ന് നോക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വലാത്തിന്റെ കാര്യം വിട്ടുപോകരുത്. കാരണം ഇത് സ്വലാത്ത് വാർഷികം കൂടിയാണ്. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം സ്വലാത്തിന്റെ വാർഷികമായതുകൊണ്ടും എപ്പോഴും സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് പ്രേരകമായി ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ കേട്ടിട്ടില്ലേ? തഴവ ഉസ്താദിനെ കേട്ടിട്ടില്ലേ? വലിയ മഹാനാണ് തഴവ ഉസ്താദ്. ആരിഫാണ്. ഒരു സംഘടനയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത മഹാനാണ്, സുസമ്മതനാണ്, എന്റെ നാട്ടുകാരനാണ്. തഴവ ഉസ്താദ് പാടി എന്ന് പറയപ്പെടുന്നുണ്ട്, അതിന്റെ വസ്തുത അറിയില്ല. എന്നാലും ഇത് കാസർഗോഡ് ആയതുകൊണ്ട് ചെറിയ പേടിയോടുകൂടിയാണ് ഞാൻ ആ 2 വരി ഉസ്താദ് തമാശക്ക് പാടിയ. മുമ്പ് എപ്പോഴോ കാസർഗോഡ് വന്നപ്പോ ഈ തെക്ക് നിന്ന് വടക്കിങ്ങ അറ്റം വരുമ്പോ കറികളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ. കൂട്ടാന്റെ കാര്യത്തിൽ ചെറിയ സ്വഭാവ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് തമാശക്ക് പറഞ്ഞതാണ്, നിങ്ങൾ എന്റെ അന്നം മുടക്കരുത്, ഇവിടെ നല്ല ഭക്ഷണമാണ് മാഷാ അല്ലാഹ്. ഇപ്പോഴും നമ്മുടെ ഹാജിക്കാല ഊട്ടിന്ന് ഭക്ഷണം കഴിച്ചു വരികയാണ്. മുപ്പര പേരെന്താ?
ഹമീദ് ഹാജിഖാന്റെ മാഷാ അല്ലാഹ് നല്ല ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ നിന്ന് വിളമ്പി തന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ച് മാഷാ അല്ലാഹ് അങ്ങനെ നല്ല ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങളോടൊക്കെ വലിയ മഹബത്തുള്ള ഒരു മനുഷ്യനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ പരാതി പാട്ടിലൂടെ പറയുകയാണെന്ന് ആരും ചിന്തിക്കേണ്ട. വഅലിന് പറ്റിയ നാട് കാസർഗോഡ്, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ എന്ന് ദൈവസ്ഥാ പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു തമാശക്ക് പാടിയതായിരിക്കാം. എന്തുവാകട്ടെ, ഈ മഹാനായ തഴവാ ഉസ്താദിന്റെ വരികളിലൂടെ സ്വലാത്തിന്റെ ഒരു മാധുര്യം എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറസ് പറയുന്നു വസനം പൂണ്ടതാണല്ലോ മനം. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറയുന്നു വസനം പൂണ്ടതാണല്ലോ മനം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ഒരു പെൺകുട്ടി, ഒരു സഹോദരി വരുകയാണ്, ഒരു പെണ്ണ് വരുകയാണ്. മഹാനവർകളോട് ചോദിക്കുകയാണ്, പറയുകയാണ്, പരിഭവം പറയുകയാണ്, മകളൊന്ന് എനിക്കുണ്ടായിരുന്നു, മരിച്ചുപോ, എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി. എനിക്കൊരു മകളുണ്ടായിരുന്നു, ആ പൊന്നുമോള് മരിച്ചുപോയി, ആ മകളെ എനിക്കൊന്ന് സ്വപ്നം കാണണം തങ്ങള്. അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. തങ്ങളെ, എന്റെ മകള് മരിച്ചുപോയി, ആ മകളെ എനിക്കൊന്ന് സ്വപ്നം കാണണം, ആ മകളെ കാണാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത്, അത് കേട്ടു സന്തോഷത്തിലാണു നടന്നത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ സ്വപ്നം കാണാനുള്ള എന്തോ ദിക്റും പേടിച്ച് ആ സഹോദരി വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം മകളെ സ്വപ്നം കാണുകയാണ്. ഏത് രൂപത്തിലാ കാണുന്നറിയോ? കൈകാലുകൾ ചെങ്ങല കെട്ടിയിരിക്കുന്ന രൂപത്തിലാണ്, വല്ലാത്ത വേദനാജനകമായ രൂപത്തിലാണ്, വല്ലാത്ത പ്രയാസ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന രൂപത്തിലാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ ആ സഹോദരി കാണുന്നത്. ബേജാറായി, പ്രയാസമായി. കാരണം കൈകാലുകൾ ചെങ്ങല കെട്ടിരിക്കുന്ന കോലം, വേദന കൊണ്ട് അലമുറയിട്ട് കരയുകയാണ്. ഒരു നാരകീയമായ ശിക്ഷയിൽ കിടന്നു നട്ടം തിരിയുന്ന കോലത്തിലാണ് തന്റെ മകളെ സ്വപ്നം കാണുന്നത്. ആ പെണ്ണ് ഞെട്ടി ഉണർന്നു പൊട്ടിക്കരഞ്ഞു. ഇലാ ഹദ്റത്തി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഇവിടുത്തെ അസംഗാക്കട കാര്യമല്ല പറഞ്ഞത്, താബിഈയുടെ പ്രമുഖനായ വലിയ മഹാനായ സയ്യിദുനാ ഹസനുൽ ബസരി. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഹസനുൽ ബസരി മഹാനായ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിന്താപ വിളിക്കാനുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഞാൻ മഹാനായ എന്ന് പറയൂലല്ലോ. അപ്പൊ സയ്യിദുനാ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, തങ്ങളെ, എന്റെ മകളെ ഞാൻ കണ്ടു. വല്ലാത്ത വേദനാജനകമായ കോലമാണ്, വല്ലാത്ത ബേജാറുള്ള രൂപമാണ്. എന്റെ പൊന്നുമകൾ ഒരു നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ്. കൈകാലുകൾ ചെങ്ങല കെട്ടിയിരിക്കുന്നു, നട്ടം തിരിയുകയാണ്, പൊട്ടിക്കരയുകയാണ്. തങ്ങളെ എന്ന് പറയുന്ന വിളിച്ചു പറഞ്ഞു. തങ്ങൾക്കും വിഷമമായി. തങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് സ്വാന്തന വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ച് ആ പെൺകുട്ടിയെ സഹോദരിയെ വീട്ടിലേക്ക്. വിഷയം കഴിഞ്ഞ് കുറെ നാളുകളായി മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് കാണുന്ന സ്വപ്നം? കാണാൻ നല്ല അഴകുള്ള സുന്ദരിയായ സുമുഖിയായ ഒളിമിന്നുന്ന വെട്ടിത്തിളങ്ങുന്ന സുന്ദരവദനത്തോടെ ഒരു കൊച്ചു പെൺകുട്ടി അതാ കിരീടം വെച്ച് മുത്തും പൊഴിയുന്ന ചിരിയും ചിരിച്ച് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, തങ്ങളെ, എന്നെ പരിചയമുണ്ടോ? എന്നെ പരിചയമുണ്ടോ തങ്ങളെ? എന്നെ അറിയുമോ തങ്ങളെ? എന്നെ
മറന്നുപോയോ തിങ്കളെ? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോളെ നീ ആരാണ്? നിന്നെ എനിക്കൊരു ഐഡിയ ഇല്ല, ഒരു പരിചയമില്ല. എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ? എന്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി ദിക്ർ മേടിച്ചു കൊണ്ടുപോയ രംഗം നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ആ പൊന്നുമോളാണു ഞാൻ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ നിന്നെ ഉമ്മ കണ്ടത്, ഉമ്മ നിന്നെ കണ്ടത് വല്ലാത്ത പ്രയാസത്തിലാണെന്നാണ് എന്നോട് പറഞ്ഞത്, വല്ലാത്ത ദുരിതത്തിലാണെന്നാണ് എന്നോട് പറഞ്ഞത്, വല്ലാത്ത സങ്കടത്തിലാണെന്നാണ് എന്നോട് നിന്നെ കുറിച്ച് ഉമ്മ പറഞ്ഞത്. നീ നരകീയമായ ശിക്ഷ അനുഭവിക്കുന്ന കോലത്തിലാണെന്നാണ് പറഞ്ഞത്, വല്ലാതെ അട്ടഹസിക്കുന്നു, കൈകാലുകൾ ചെങ്ങല കെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നീ ഇപ്പോൾ സന്തോഷവതിയാണ്, നിന്റെ ശിരസിൽ കിരീടമുണ്ട്, നീ കാണാൻ മോളാണ്. ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ നല്ല ചേഞ്ച് വരാനുള്ള കാരണം എന്താണ്? ഉടൻ തന്നെ പൊന്നുമോള് പറയുകയാണ്, തങ്ങളെ എന്റെ ഉമ്മ പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്റെ ഉമ്മ പറഞ്ഞത് വെറുതെയല്ല, കളവല്ല. ഞാനടക്കം 550 ആളുകൾ താമസിക്കുന്ന ഞങ്ങളുടെ ഖബർസ്ഥാൻ വല്ലാത്ത ദുരിതത്തിലായിരുന്നു, വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അതാ വല്ലാതെ നട്ടം തിരിയുന്ന സമയത്ത്, നാരകീയമായ ശിക്ഷകളിൽ അട്ടഹസിക്കുന്ന സമയത്താണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലി ഞങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് ഹദിയ ചെയ്തു. ഒരു സ്വലാത്ത്, ഒരേ ഒരു സ്വലാത്ത് ഞങ്ങളുടെ ഖബറിലേക്ക് ഹദിയ ചെയ്തു. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അതിന്റെ ഫضل കൊണ്ട്, അതിന്റെ വെളിച്ചം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു തങ്ങളെ. അല്ലാഹു ഞങ്ങൾക്ക് വലിയ സ്ഥാനം നൽകി തിങ്കളെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തിനെ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പലരും പല ഖബറുകളിലാണ്. അല്ലാഹുവേ, പടച്ചവനെ ഈ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ സ്വലാത്ത് ഞങ്ങൾ ഉമ്മമാര് മരിച്ച മക്കളാമീൻ പറയുന്നു അല്ലാഹ്, വാപ്പമാര് മരിച്ച മക്കളാമീൻ പറയുന്നു അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന പലരും ആമീൻ പറയുന്നു അല്ലാഹ്. അവരുടെ ഖബറുകളിലേക്ക് ഒരു വെളിച്ചമായി ഈ സ്വലാത്തിന്റെ മിസ്ല സവാബിനെ വെളിച്ചത്തെ എത്തിക്കണേ അല്ലാഹ്. ഗഫറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. ഒരു സ്വലാത്തിന്റെ ഒരു സ്വലാത്ത് ചൊല്ലി ഖബറാളികൾക്ക് ഹദിയ ചെയ്തപ്പോൾ അവർക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തിനെ മുറുകെപ്പിടിച്ചാൽ. ഇന്നലെ ഒരാൾ പറഞ്ഞു, സ്വലാത്തൊക്കെ വളരെ കുറവാണ്, സ്വലാത്ത് എല്ലാം മടിയാണ്, സ്വലാത്ത് എല്ലാം കഴിയുന്നില്ല. അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയുന്നതിന് മുമ്പ് കൺകുളിർക്കയൊന്ന് കാണാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. യഖളത്തിലും മനാമിനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നോർമൽ മുഅ്മിനീങ്ങൾ ആശിഖീങ്ങളൊക്കെ ഒന്ന് കിനാവിൽ കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, വലിയ ആരിഫീങ്ങളായ ആശിഖീങ്ങൾ ചിന്തിക്കുന്നു, പടച്ചവനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് ദുനിയാവിൽ വെച്ച് കാണണം എന്നാണ് സ്വപ്നം കണ്ട എത്ര ആളുകളാണ് അനുഭവം പറഞ്ഞത്. ഇന്നത്തെ ഒരു ദിവസം മൊത്തം വയത് പറയാനതുണ്ടാവും. കുട്ടികൾ കണ്ടത്, ഉമ്മമാര് കണ്ടത്, സഹോദരങ്ങൾ കണ്ടത്, സഹോദരിമാര് കണ്ടത്, എന്റെ കാതുകൊണ്ട് കേട്ടത്, എന്നോട് അനുഭവം പറഞ്ഞത്. അതിൽ
ഇതിലൊരാൾ നേരിട്ട് എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വളരെ സുപ്രധാനമായ ചില വിഷയങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ കാര്യമായി നമുക്ക് അനുകൂലമായി ഇത് റമളാൻ മുന്നൊരുക്കമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അല്ലാഹു തന്നൊരു തൗഫീഖാണ്. കാരണം തൊട്ട് മുമ്പൊരു പരിപാടി, നോമ്പിന് മുമ്പൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വലിയൊരു നാട്ടിൽ വലിയൊരു വെളിച്ചമാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ റമളാൻ അനുകൂലമാകണോ? പരിശുദ്ധമായ ശഅബാനിൽ തയ്യാറെടുപ്പ് നടത്തിയവരാണ് റജബ് കബൂലായി കിട്ടുക. എങ്ങനെ? ശഅബാൻ മാസത്തെ പരിഗണിച്ചവർക്കാണ് റജബ് മാസത്തെ പരിഗണിച്ചവർക്കാണ് ശഅബാൻ കിട്ടുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തെ പരിഗണിച്ചവർക്കാണ് ശഅബാൻ മാസം കിട്ടുക. റജബും ശഅബാനും പരിഗണിച്ചവർക്കാണ് റമദാൻ മാസം അനുകൂലമാവുക. അല്ലാതെ റമദാൻ ഒന്നിന് ഉണ്ടക്കൊന്ന് മുറുക്കി കൊടുത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പൊ സാധിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ അത് റെഡിയാവൂല. കാരണം തയ്യാറെടുപ്പ് ഏതിനുണ്ടാവും. നമ്മുടെ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടിയുണ്ട്, ആ ദിവസം നാം ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് വെളിയിലേക്ക് നോക്കി നിന്നാൽ ആരും ഉണ്ടാവൂല. വെച്ച ഭക്ഷണമൊക്കെ വേസ്റ്റാണ്. പിന്നെന്ത് വേണം? മാസങ്ങൾ തയ്യാറെടുപ്പ് അല്ലേ? വിളിക്കാനുള്ളവരെ വിളിക്കണം, പറയാനുള്ളവരോട് പറയണം. തയ്യാറെടുപ്പുകൾ പലതും നടത്താനുണ്ട്. അപ്പോഴാണ് അന്നത്തെ ഒരു ദിവസം ഭംഗിയാവുന്നത്. 2 മാസം അല്ലാഹു തയ്യാറെടുപ്പിന് തന്നു. ആ 2 മാസം കാര്യമായി തയ്യാറെടുക്കുന്നവർക്കാണ് പരിശുദ്ധമായ റമദാൻ അനുകൂലമാവുക. ഖുർആൻ ഓതൽ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി ഒരു ഫ്ലോ ആയി കിട്ടായി. അപ്പോഴാണ് ആ റമദാൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ മടിയില്ലാതെ നമുക്ക് ഓതാൻ പറ്റുക. ഒരു ഫ്ലോ ആക്കാൻ വേണ്ടിയാണ് 2 മാസം. ഇടക്കിടക്ക് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം. അപ്പോൾ വിശുദ്ധമായ റമദാനിലേക്ക് വലിയൊരു തയ്യാറെടുപ്പ് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും നോമ്പിന്. അല്ലെങ്കിൽ നിഫാഖ് വന്നു പോകും, മടി വന്നു പോകും. റമദാൻ ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിഫാഖുള്ള ഹൃദയങ്ങൾ ചിന്തിച്ചു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. അപ്പോൾ വിശുദ്ധമായ റമദാൻ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്ന ഒരു മാസമായി അല്ലാഹു തആല തരപ്പെടുത്തി തരും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ പല നിലക്കുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്താറുണ്ട്. അമ്മമാര്, സഹോദരിമാരൊക്കെ നമ്മുടെ വീടുകളിൽ വിശുദ്ധമായ റമദാൻ മാസത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി വെക്കാറുണ്ട്. അടുക്കളയിൽ അരി പൊടിപ്പിച്ച് റെഡിയാക്കി വെക്കും. മുളകും മല്ലിയും അടക്കമുള്ള സാധനങ്ങളൊക്കെ പൊടിപ്പിച്ച് റെഡിയാക്കി വെക്കും. ഒരംഗം തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കും. എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി മാറാലകളൊക്കെ മാറ്റി ക്ലീൻ ആക്കും. നമ്മുടെ വീടും പരിസരവും അടുക്കളയും അരമനയും എല്ലാം വേണ്ടെന്നല്ല, വേണം. പക്ഷേ ഏറ്റവും കൂടുതൽ ക്ലീൻ ആക്കി തസ്കിയത്ത് കൊടുത്ത് ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ ശരീരവും ആത്മാവുമാണ്. അപ്പോഴാണ് വിശുദ്ധമായ റമദാനിലേക്ക് നമുക്ക് നല്ല അനുകൂലമായ രൂപത്തിൽ പ്രവേശിക്കാൻ പറ്റുക. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ചിട്ട് വേണം നമുക്ക് വിശുദ്ധമായ റമദാനിലേക്ക് കടക്കാൻ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട യുവതിവാക്കളെ, പ്രത്യേകിച്ച് നിങ്ങളോടും ചില വാക്കുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചുരുക്കും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. സ്വലാത്തിന്റെ വിഷയം നിങ്ങൾ അതിന്റെ ആക്കം കുറയ്ക്കരുത്, ശബ്ദം കുറയ്ക്കരുത്. പ്രത്യേകിച്ച് പുരുഷന്മാര് ഹബീബായ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് കുറച്ചുറച്ചു തല്ലണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഉമ്മമാര്, സഹോദരിമാര് പലരും ചിന്തിക്കാറുണ്ട്, ഉസ്താദേ വിശുദ്ധമായ റമദാനിന് തയ്യാറെടുപ്പ് നടത്താൻ എന്നെ കൊണ്ടാവൂല, ഞാൻ ഒരുപാട് ദോഷം ചെയ്തു പോയ
ആളാണ്, ഒരുപാട് പാപം വന്നു പോയ ആളാണ്. ചില ചെറുപ്പക്കാര് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഉസ്താദേ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയാൻ എനിക്ക് ധൈര്യമില്ല, എന്റെ ഇന്നലകളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ ആളാണ്, എന്റെ രാപ്പകലുകളിൽ പാപമയമുള്ളതാണ്, ഞാൻ ഇരുളിന്റെ അറയിൽ ഒരുപാട് ദോഷം ചെയ്തു പോയ ആളാണ്, ഞാൻ എന്റെ കൂട്ടുകാരുമായി ഒത്തുകൊണ്ട് ഒരുപാട് വൻപാപങ്ങൾ ചെയ്ത ആളാണ്, അതുകൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തരുമോ, എനിക്ക് പുറത്തു തരുമോ എന്നൊരാള് ചിന്തിച്ചു പോയാൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്യലാണ്. ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം അല്ലാഹു എനിക്ക് പുറത്തു തരുമോ തരൂല എന്ന് ഒരാൾ ഉറപ്പിച്ചാൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്തതിന് തുല്യമാണ്. അല്ലാഹു തആല വെച്ച് നീട്ടുന്ന സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പരിഗണിക്കാത്ത ഒരു പാപവുമില്ല. അല്ലാഹു തആല പുറത്തു തരാത്ത ഒരു ദോഷവും ഭൂമിയിൽ പടച്ചിട്ടില്ല. പിന്നെന്തിനാ ബേജാർ? അല്ലാഹു തആല പുറത്തു തരാത്ത ഒരു ദോഷവും അല്ലാഹു തആല ഭൂമിയിൽ പടച്ചിട്ടില്ല. അങ്ങനെ പടച്ചെങ്കിൽ അല്ലാഹുവിന്റെ നീതിക്ക് അത് കേടാണ്. കാരണം അവനെ കൊണ്ട് പിന്നെ ഒരു പ്രയോജനമില്ല. എല്ലാ ആളുകൾക്കും നന്നാകാനുള്ള 100 അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് സ്വർഗ നരകത്തിന് അർത്ഥമുണ്ടാകുന്നത്, ഒരു പരീക്ഷണ ലോകമാകുന്നതിന് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല പൊറുക്കാത്ത ഒരു ദോഷവും ഭൂമിയിൽ അല്ലാഹു പടച്ചിട്ടില്ല. എത്ര വലിയ ദോഷം ചെയ്താലും അല്ലാഹു പരിഗണിക്കും. പക്ഷേ അല്ലാഹുവിനോടൊന്ന് കേണു പറയാൻ നമുക്കാകണം, റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീര് വാർക്കാൻ നമുക്കാകണം, അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുജൂദിൽ കിടന്ന് കരയാൻ നമുക്കാകണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദർബാറിലേക്ക് 2 കരങ്ങളും ഉയർത്തിയിട്ട് അല്ലാഹ് ഞാൻ തെറ്റുകാരനാണെന്നുള്ള കുറ്റസമ്മതം നടത്താൻ നമുക്കാകണം. ഇനി അങ്ങോട്ടുള്ള ജീവിതം ശിഷ്ടകാലം ആളുകളെ കൊല ചെയ്ത ഒരാളിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. 99 ആളുകളെ കൊലപാതകം നടത്തിയ വലിയ കൊലയാളിയായ വലിയ പാപം ചെയ്ത ആൾ قال إنه قتل 99 نفسا وهل له من توبة فقال لا. പശ്ചാത്താപത്തിനുള്ള എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോ നിങ്ങൾ ഇന്ന പണ്ഡിതന്റെ അടുത്ത് പോയിക്കോളൂ, ആലിമിന്റെ അടുത്ത് പോയിക്കോളൂ, പരിഹാരമുണ്ടാകും. ആ മനുഷ്യൻ ഓടിച്ചെല്ലുകയാണ്, ചോദിക്കുകയാണ്, 99 ആളുകളെ കൊലപാതകം നടത്തി എനിക്ക് അല്ലാഹു തൗബ തരുമോ? പടച്ചവൻ എനിക്ക് എന്റെ പശ്ചാത്താപം തരുമോ? അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? ഉടൻ തന്നെ പണ്ഡിതം പറയുകയാണ്, 99 ആളുകളെ കൊല ചെയ്ത കൊലയാളിയായ നിനക്ക് അല്ലാഹു എങ്ങനെയാണ് പുറത്തു തരുന്നത്? പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് നിനക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന് എടുത്തടിച്ചു മറുപടി പറഞ്ഞ അദ്ദേഹത്തിന് കൊന്നു കളഞ്ഞുകൊണ്ട് 100 കൊലപാതകം തികച്ചു. എണ്ണം 100ആയി. പിന്നെയും അന്വേഷിച്ചു, അദ്ദേഹത്തിന് സമാധാനമില്ല, രക്ഷപ്പെടണം. ഉടൻ തന്നെ അതാ അറിയിപ്പ് കിട്ടുകയാ. മറ്റൊരാൾ ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, നാട്ടിൽ പോകണം, അവിടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വലിയ സ്വാലിഹീങ്ങളായ ആളുകൾ താമസിക്കുന്ന നാടാണ്. കാരണം നന്മ ചെയ്യുന്നവരോടൊപ്പം കൂടുമ്പോഴാണ് നന്മ ചെയ്യാനുള്ള പ്രേരണ കിട്ടുന്നത്. നന്മ ചെയ്യുന്ന ആളുകളോടൊപ്പം സഹകരിക്കുമ്പോഴാണ്. ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരു തവണ പോലും കള്ളിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത, അമ്മയുടെ രുചി അറിഞ്ഞിട്ടില്ലാത്ത, കഞ്ചാവിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത, ഒരിക്കലും ആ അപകടത്തിൽ പെട്ടുപോകല്ല റബ്ബേ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് നടന്ന ഒരാൾക്ക് കൂട്ടുകാരെ കിട്ടിയത് കഞ്ചാവിന് അഡിക്റ്റായവരാണെങ്കിൽ, ഡ്രഗ്സിന് അഡിക്റ്റായവരാണെങ്കിൽ, അല്ലാഹ്
ഇബ്ലീസിന് നിന്നെ വലയ്ക്കാൻ വലിയ എളുപ്പമാണ്. ഇബ്ലീസിന് നിന്നെ അപകടപ്പെടുത്താൻ വലിയ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകളോടൊപ്പം സംഗമിക്കാൻ കഴിയണം. നല്ല കൂട്ടത്തിൽ നാം സംഗമിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇന്നടുത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവരോടൊപ്പം നിങ്ങളെ ഇബാദത്ത് ചെയ്ത് പിന്നെ നിങ്ങൾ തിരിച്ചു മടങ്ങല്ലേ, അവിടെ തന്നെ കുടിക്കോ, നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരും, സമാധാനായി. നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതാ നടക്കുകയാണ്. നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങല്ല മോനെ, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങല്ലേ. കാരണം സാധ്യതയില്ല. അവിടെ പാപത്തിന്റെ പരിസരമാണ്, അവിടെ പ്രശ്ന സങ്കീർണമാണ്. നിനക്ക് അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നിന്റെ പരിസരത്തില്ല. അതുകൊണ്ട് നീ നിന്റെ സ്ഥലത്ത് പോയിക്കോ, ഇബാദത്ത് ചെയ്തു. അങ്ങനെ ആ സഹോദരൻ ദൃഢനിശ്ചയത്തോടെ നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്ത് ബാക്കിയുള്ള കാലമത്രയും റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ മനസ്സോടുകൂടി ആ സഹോദരൻ കടന്നു പോവുകയാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ അതാ ഖാബദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുകയാണ്. നോക്കുമ്പോ അവിടെ അതാ റഹ്മത്തിന്റെ മലക്കുകൾ വരുകയാണ്, അദാബിന്റെ മലക്കുകൾ വരുകയാണ്. ചെറിയ ഒരു തർക്കം നടക്കുകയാണ്. എന്താണ് തർക്കമെന്നറിയുവോ? ഓ ഉമ്മമാരെ, സഹോദരിമാരെ, റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ വിദൂരത്താകല്ലേ. എന്ത് തെറ്റ് വന്നു പോയാലും റബ്ബിലേക്കൊന്ന് മടങ്ങാൻ നിങ്ങളുടെ അരമനയുടെ അകത്തളം പാപ പങ്കിലമാക്കിയെങ്കിൽ അതിനെ പരിശുദ്ധമാക്കാനുള്ള ഒരവസരം അല്ലാഹു തരുകയാണ്. വിശുദ്ധമായ റമദാൻ തൊട്ട് മുമ്പിലാണ്. റബ്ബിനോടൊന്ന് കൈ ഉയർത്താൻ, അല്ലാഹുവേ ഈമാനോടെ മരിക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടുന്ന അവസാനത്തെ റമദാനാണോ അറിയില്ലല്ലോ. നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. പ്രായവും പരിധിയും സാഹചര്യവും സ്ഥലവും ഒന്നും മരണത്തിന് തടസ്സമല്ല. രോഗമൊന്നും വേണ്ട. എത്രയോ ചെറുപ്പക്കാരാണ് നിൽക്കുന്ന നിൽപ്പിലങ്ങ് കുഴഞ്ഞു വീഴുകയാണ്. സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ നമുക്ക് പേര് പറയാം. റബ്ബിന്റെ തീരുമാനം എവിടെയാണ്? വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആള് മരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് മരിക്കുകയാണ്. മുമ്പിലുള്ള ഭക്ഷണത്തളികളിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതേ ചെയറിലിരുന്ന് മറന്നു വീണ സംഭവങ്ങൾ എത്രയാണ്. ഫ്ലൈറ്റിലിരുന്ന് മരിക്കുകയാണ്, ബസ്സിലിരുന്ന് മരിക്കുകയാണ്. പലതരക്കുള്ള അപകടങ്ങൾ കടന്നു വരികയാണ്. പലതരക്കുള്ള രോഗങ്ങളാൽ മരണപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ ഉമ്മ, വിശുദ്ധമായ റമദാൻ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണോ അല്ലേ നമുക്കറിയില്ല. അല്ലാഹുവേ, ഒരുപാട് റമദാനുകൾ കബൂലിയത്തുള്ള നിലക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, അദാബിന്റെ മലക്ക് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ റൂഹിനെ ഞങ്ങൾ കൊണ്ടുപോകും, സിജ്ജീനിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇടും. കാരണം ഇയാളൊരു നന്മയുള്ള ആളല്ല. ഇയാൾ 90 ആളുകളെ കൊല ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ ഇവിടെ കണ്ട് കളിക്കണ്ട, പോയിക്കോളൂ. ഉടനെ റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, അല്ല 100 കൊലപാതകം ഇയാൾ ചെയ്തെങ്കിലും ഇയാളുടെ മനസ്സിൽ പശ്ചാത്താപത്തോടു കൂടിയാണ്. ഇനിയുള്ള ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള നിയത്തിൽ വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇല്ലീനിലേക്കാണ് ഇദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകാറുള്ളത്. ഞങ്ങൾ കൊണ്ടുപോകും. ഇയാള് നല്ല തൗബ ചെയ്ത മനുഷ്യനാണ്. തർക്കായി. ഉടൻ തന്നെ ആകാശലോകത്ത് നിന്ന് അറിയിപ്പ് വന്നു. അല്ലാഹു തആല ഒരു മലക്കിനെ അയക്കുകയാണ്. തീരുമാനം എന്താണെന്നറിയുമോ?
തന്റെ നാട്ടിൽ നിന്ന് ഏതൊരു നാടിനെ ലക്ഷ്യമാക്കിയിട്ട് നടക്കാൻ തുടങ്ങിയോ ആ നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തിട്ടുള്ളതെങ്കിൽ രണ്ടിന്റെയും ഇടയിലൊന്ന് അളക്കാൻ പറഞ്ഞു, ഒരു അളവ് നടത്താൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അടുത്തിരിക്കുന്നത് ആ നാട്ടിലേക്കാണെങ്കിൽ അദ്ദേഹം സ്വർഗാവകാശിയാണ്. കൂടുതൽ ഇങ്ങോട്ടാണ് അടുത്തിരിക്കുന്നത്, അളവ് കൂടുതൽ ഇങ്ങോട്ടാണ്. അദ്ദേഹം കുറച്ചേ നടന്നിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹം നരകാവകാശിയാണ്. അളക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചുവട്ടടികൾ ആ സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാടിന്റെയും ഇദ്ദേഹം നടന്നു തുടങ്ങിയ സ്ഥലവുമായി അളന്നു നോക്കുമ്പോ അല്ലാ ഒരു ചുവട്ടടി ആ നാട്ടിലേക്ക് അധികം വെച്ചു. ഒറ്റ ചുവട്ടടി. അദ്ദേഹത്തിന് റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി. അദ്ദേഹം സ്വർഗത്തിലാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹ്. 100 കൊലപാതകം നടത്തിയ ആളുകൾ ആരുമില്ലല്ലോ. അത്രയും വലിയ ദോഷം ചെയ്ത ആളുകളൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. അങ്ങനെ ഏത് പാപം ചെയ്താലും ഞാൻ പറഞ്ഞത് അല്ലാഹു തആല പുറത്തു തരും. പക്ഷെ കാക്ക തൗബ ആകാൻ പാടില്ല. എല്ലാ റമദാനും മുമ്പ് ഇങ്ങനെ ഒരു തൗബ ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചോളാം. ഒരു ഉദാഹരണം കൂടെ പറയാം. മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിവ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ കരയിപ്പിച്ച ഒരു ഷഹാദത്താണ്. രക്തസാക്ഷിയായ മഹാനാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ഹിന്ദെന്ന പെണ്ണ് വഹ്ഷി എന്ന് പറയുന്ന ആളിനെ ഉപയോഗപ്പെടുത്തിയിട്ട് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വെട്ടിപ്പിളർന്ന് അവിടുത്തെ കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയൊരു വല്ലാത്ത ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമുണ്ട്. വിധങ്ങൾ കരഞ്ഞുപോയൊരു സംഭവം, വല്ലാത്തൊരു സംഭവം. ഉഹുദിന്റെ രണാങ്കണം മറക്കാൻ കഴിയില്ല. അത്രയും വലിയ ദോഷം ചെയ്ത ഒരാൾ ഇന്ന് ലോകത്തിലല്ലോ. നബിതങ്ങളെ കരയിച്ച. എന്നാൽ അറിയുവോ, ഈ വഹ്ഷിക്ക് ഒരു മാനസാന്തരം ഉണ്ടായി. എനിക്കൊന്ന് നന്നാവണം, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള ധൈര്യമില്ല. أن وحشيا قاتل حمزة رضي الله عنه كتب إلى النبي صلى الله عليه وسلم يسأله هل له من توبة. ഓ നബിയേ, എനിക്ക് തൗബയുണ്ടോ? ഞാൻ വഹ്ഷിയാണ്. നേരിട്ട് വരാനുള്ള ധൈര്യമില്ല. നബി തങ്ങളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ല. അവിടുത്തെ ഏറെ വിഷമിപ്പിച്ച കരയിപ്പിച്ച വലിയൊരു പാതകം ചെയ്ത ആളാണല്ലോ. അതുകൊണ്ടൊരു കത്തെഴുതുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു കത്തെഴുതി, എനിക്ക് തൗബയുണ്ടോ? വകതബ അന്നഹു, ആ കത്തിന്റെ ബാക്കി ഇങ്ങനെ വായിക്കുകയാണ്. വകതബ അന്നഹു കാന ഖദ് സമിഅ ഫീമാ അൻസലല്ലാഹു ബിമക്കത മിനൽ ഖുർആനി ആയതൈൻ. ഓ നബിയേ, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നുണ്ട്. എനിക്ക് പരിശുദ്ധമായ ഇസ്ലാമിനൊരു മെമ്പർഷിപ്പ് വേണമെന്നുണ്ട്. പക്ഷേ മക്കയിലിറങ്ങിയ ഒരു ആയത്ത്, 2 ആയത്തുകൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ يضاعف له العذاب يوم القيامة ويخلد فيه مهانا.
ബഹുദൈവ ആരാധന നടത്തുന്ന ആള്, അതുപോലെ വൻപാപങ്ങൾ ചെയ്യുന്ന ആള്, അയാൾക്ക് അല്ലാഹു പുറത്തു തരൂല്ല. പാപങ്ങളിലാണ് അദ്ദേഹം പടച്ചവൻ പരിഗണിക്കൂല. ഇരട്ടി ശിക്ഷ ഖിയാമത്ത് നാളിൽ ഉണ്ട് എന്നുള്ള ആയത്താണ് മനുഷ്യനോതുന്നത്. അതെഴുതി വിടുകയാണ്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ കാരുണ്യം കണ്ടോ ഈ കത്തങ്ങ് വായിക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കത്തങ്ങ് വായിക്കുമ്പോൾ ഫനസലത് അദാ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ചു വരുകയാണ്. അതാ മുത്തനബി തങ്ങളുടെ അടുക്കലേക്ക് വരുകയാണ്, ഓതിക്കൊടുക്കുകയാണ്. ഇല്ലമൻ താബ വആമന വഅമില സ്വാലിഹാ ഫൗലൈക യദ്ഖുലൂനൽ ജന്ന فأولئك يدخلون الجنة ولا يظلمون شيئا. സൂറത്ത് മറിയമിന്റെ 60-ാമത്തെ ആയത്താണ് അല്ലാഹു ഇറക്കുന്നത്. എത്ര പാപം ചെയ്താലും ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴികെ, വഅമല വിശ്വസിച്ചവരൊഴികെ, വഅമില സ്വാലിഹാ സുകൃതങ്ങൾ ചെയ്തവരൊഴികെ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പേടിക്കണ്ട, വഹ്ശിനോട് ഭയപ്പെടണ്ടെന്ന് പറയൂ നബിയേ. ഫൗലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈആ. ഒരു ബേജാറും വേണ്ട, അല്ലാഹു സ്വർഗ്ഗത്തിൽ കിടത്തും എന്ന് വഹ്ശിനോട് പറഞ്ഞു കൊടുക്ക് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ലെറ്റർ എഴുതി. വഹ്ശി ഭയപ്പെടണ്ട, അല്ലാഹു ആയത്തിറക്കിയിട്ടുണ്ട്, തൗബ ചെയ്താൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ കിടത്തും. അല്ലാഹു തആല പറഞ്ഞത് അതുപോലെ എഴുതി വിട്ടു. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ ഫകതബ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അങ്ങ് ലെറ്റർ എഴുതി. ആ ലെറ്റർ വഹ്ശിയുടെ മുമ്പിലെത്തിയപ്പോൾ ഫഖാഫ വഹ്ശിയുൻ വഖാല ലഅല്ലി ലാ ഉബ്ഖി ഹത്താ അമല സ്വാലിഹാ. പിന്നെ അതാ വഹ്ശി എഴുതുന്നത്, നബിയെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് സമാധാനമുള്ള വാക്കാണ്, എങ്കിലും എനിക്ക് വല്ലാത്ത ഭയമുണ്ട്. 3 നിബന്ധനയല്ലേ അല്ലാഹു പറഞ്ഞത്? 3 നിബന്ധനയല്ലേ അല്ലാഹു പറഞ്ഞത്? വആമന വഅമില സ്വാലിഹാ ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ. തൗബ ചെയ്തവരൊഴികെ, വിശ്വസിച്ചവരൊഴികെ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. നബിയെ ഞാൻ തൗബ ചെയ്യാം നബിയെ, ഞാൻ വിശ്വസിക്കാം നബിയെ. എന്നാലോ വഅമില സ്വാലിഹാ, സ്വാലിഹായ സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു കാലാവധി അല്ലാഹു എനിക്ക് തന്നില്ലെങ്കിലോ, ഞാൻ അതിനു മുമ്പ് മരിച്ചുപോയാലോ? തൗബ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഈമാനോട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പക്ഷേ സുകൃതങ്ങൾ ചെയ്യാനുള്ള ആയുസ് അല്ലാഹു എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകില്ല നബിയേ. അതാ തിരിച്ചങ്ങ് ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. ആ ലെറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരുകയാണ്. അതങ്ങ് വായിക്കുമ്പോഴേക്ക് റഹ്മാനായ അല്ലാഹ് ഒരടിമയെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ആലോചിക്കുന്നവനല്ല, വിശ്വസിക്കുന്ന ഉടമസ്ഥനായ റബ്ബിന്റെ കാരുണ്യം അവന്റെ കോപത്തെ മറികടക്കുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. പടച്ചവന്റെ കാരുണ്യത്തിലാണ് നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത്. നമ്മളാരും സൂഫിയാക്കന്മാരല്ല, മഅ്സൂമീങ്ങളല്ല, മഹ്ഫൂദീങ്ങളല്ല. ഇന്നലകളിൽ പാപകരമായ ദോഷങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ വന്നുപോയവരാണ്. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊരു പ്രതീക്ഷ, എന്റെ റബ്ബ് അല്ലാഹു എനിക്ക് പുറത്തു തരും, അല്ലാഹു എനിക്ക് പുറത്തു തരും. റബ്ബ് എന്നെ പരിഗണിക്കാതിരിക്കൂല, അല്ലാഹു ഒരു
ഒരടിമയെ എങ്ങനെ ശിക്ഷിക്കാമെന്നല്ല ചിന്തിക്കുന്നത്. അവന്റെ തീരുമാനം ഒരടിമയ്ക്ക് എങ്ങനെങ്കിലും വിട്ടുവീഴ്ച കൊടുത്ത് അവനും സ്വർഗത്തിലെത്താനുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഉടൻ തന്നെ അല്ലാഹു അടുത്ത ആയത്തിറക്കുകയാ. ാണ് നബിതങ്ങളാ കത്തങ്ങ് വായിക്കുമ്പോ ഏതാണ് ആയത്തെന്നറിയുമോ? സൂറത്തുൻ നിസായിലെ 48ാമത്തെ സൂക്തം ഇറങ്ങുകയാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി ആ ആയത്തങ്ങ് എഴുതി കൊടുത്തു വിടുകയാണ്. പക്ഷേ പേടിക്കണ്ട, അല്ലാഹു അടുത്ത ആയത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും സുവിശേഷമുണ്ട്. അല്ലാഹു അതാ പുറത്തു. അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പുറത്തു തരും. ശിർക്കല്ലാത്ത, ബഹുദൈവ ആരാധനയല്ലാത്ത സർവ്വ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു പുറത്തു തരും. ഈ ആയത്തങ്ങ് എഴുതി കൊടുത്തപ്പോൾ ഉടൻ തന്നെ വശീർ അടുത്ത ലെറ്റർ തിരിച്ച് ഇന്നി അഖാഫു അല്ലാ യകൂന മിൻ വശിയത്തില്ലാഹ് എന്നല്ലേ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ഓ നബിയേ, അവന്റെ മശീഅത്തിൽ, അവന്റെ ഉദ്ദേശത്തിന്റെ സർക്കിളിൽ ഞാൻ പെട്ടില്ലെങ്കിലോ പിന്നെയും പിന്നെ അല്ലാഹു ഒന്നും നോക്കിയില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തങ്ങർക്കുക. അല്ലാഹുവിന്റെ റഹ്മത്ത് പടച്ച തമ്പുരാൻ സൂറത്തു സുമറിലെ 53ാമത്തെ ആയത്താണ് അടുത്തതായി പറഞ്ഞു കൊടുക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു الذنوب جميعا إنه هو الغفور الرحيم. ഓ വശീ അല്ലാഹു ഇറക്കിയ അടുത്ത ആയത്ത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അല്ലാഹുവിന്റെ അടിമകളെ സ്നേഹത്തോടെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, ചെറുപ്പക്കാരാ, നിനക്ക് രക്ഷപ്പെടാൻ ഇനിയും വലിയൊരു അവസരം അല്ലാഹു നൽകുകയാണ്. പെങ്ങളെ, റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ, സ്വർഗം സമ്പാദിക്കാൻ, ഖബറിൽ സമാധാനമായി കിടക്കാൻ, അസ്റായിലിനെ നല്ല രൂപത്തിലൊന്ന് കാണാൻ, ബർസഖിന്റെ ലോകം സന്തോഷപ്രദമായി കിടക്കാൻ അല്ലാഹു ഒരു സുവർണാവസരം കൂടി തരികയാണ്. പടച്ചവനവന്റെ അടിയാറുകളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. നഫ്സുകളുടെ മേൽ, സ്വന്തം ശരീരത്തിന്റെ മേൽ അതിക്രമം കാണിച്ച, പാപങ്ങൾ ചെയ്ത ആളുകളെ, അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എനിക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന് പറയല്ലേ, പടച്ചവൻ പരിഗണിക്കൂല എന്ന് പറയല്ലേ. അല്ലാഹു നിരുപാധികം പരിഗണിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ അടയൂല. ആ കാരുണ്യം എല്ലാവർക്കും ലഭ്യമാണ്. എന്റെ കരുണയിൽ നിന്നും നിങ്ങൾ ആശ മുറിഞ്ഞു പോകല്ലേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു الذنوب ജമീആ. മുഴുവൻ ദോഷങ്ങളും അവിടെ അല്ലാഹു ഒന്നും മാറ്റിവെച്ചില്ല. ഇന്നല്ലാഹ യഗ്ഫിറു الذنوب ജമീആ. ഒരു കാറ്റഗറൈസും ചെയ്യാതെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ പുറത്തു തരുന്നവനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ്. സൂറത്തു സുമറിന്റെ 53ാമത്തെ സൂക്തം അങ്ങനെ കത്തിലെഴുതി കൊടുക്കുമ്പോഴാണ്
കത്തിലെഴുതി കൊടുക്കുമ്പോഴാണ് മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മറുപടി കത്തിൽ എഴുതുമ്പോഴാ അതാ ഖബല വഹ്ശിയുൻ വഅസ്ലമ വഹ്ശി വന്നു അല്ലാഹുവിന്റെ ദീൻ സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചു എന്തിനാ രണ്ട് സംഭവം ഞാൻ പറഞ്ഞത് എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു പുറത്തു തരും എന്ന ഒരു പ്രതീക്ഷ റബ്ബിന്റെ മുമ്പിൽ ഉണ്ടാവും അവനാണ് അബ്ദ് എത്രയോ സ്വാലിഹീങ്ങൾ മഹാന്മാർ ഔലിയാക്കന്മാർ വലിയ വലിയ കാര്യപ്പെട്ട മഹത്തുക്കൾ അവരുടെ ഇന്നലകൾ പരിശോധിച്ചാൽ ഒരുപക്ഷേ തെറ്റുവന്നു പോയ കാലമുണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പടനായകൻ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ വില്ലാളി വീരനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ഉമർ തങ്ങൾ ഒരു ദിവസം പ്രഭാതം കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ചട്ടം തീയായിരുന്നു ഉമറിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആളുകൾ വഴിമാറും ഭയങ്കര ധീരനായിരുന്നു ഒരു ദിവസം പ്രഭാതം കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് അമൃതങ്ങൾ ഇങ്ങനെ ഓടിപ്പിടിച്ച് വാളും വീശിട്ട് നടക്കുകയാണ് ആർക്കാണ് വെട്ട് എപ്പോഴാണ് കൊള്ളുക എപ്പോഴാണ് ഉമറിന്റെ വാളിന് വിധേയമാവുക എന്നൊന്നും പറയാൻ പറ്റൂല ഒരാൾക്കും വിധിക്കാൻ പറ്റൂല ഉമറിന് തോന്നിയാൽ അപ്പോഴേ അതായിരുന്നു ഉമർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു കറുത്ത അധ്യായം മഹാനവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇസ്ലാം എന്ന വെളിച്ചത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ അതാ കച്ചവടം നടത്തുകയാണ് രാവിലെ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുകയാണ് കച്ചവടം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കുകയാണ് അപ്പൊ ഉമർ തങ്ങൾ വെച്ചു പൈസ തരാൻ പണം എടുക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഉമറേ തുടങ്ങിയല്ലേ ഉള്ളൂ സാധനങ്ങളൊക്കെ പുറക്കി വെക്കുന്നേ ഉള്ളൂ തരൂല എന്നൊന്നും പറയാൻ പറ്റൂല തരാം കുറച്ചൊന്ന് വെയിറ്റ് ഒന്ന് കറങ്ങിട്ട് വാ ഞാൻ തരാം അപ്പോഴത്തേക്ക് സംഘടിപ്പിച്ചു വെക്കാം പറഞ്ഞു തീർന്നില്ല കഴുത്ത് താഴെ അദ്ദേഹത്തിന്റെ ചെറിയ വിരലിഞ്ഞ് മുറിച്ചെടുത്തു ഒരു മാലയിൽ കോർത്തത് കഴുത്തിലിട്ടു അന്നത്തെ ഉമർ ഖത്താബിന്റെ മകൻ ഉമർ രോമാവൃതമായ നെഞ്ചിലൂടെ ആ വിരൽ നെറ്റി വീഴുന്ന രക്തമെങ്ങനെ നെറ്റി വീഴുന്നു ഉമർ പിന്നെയും വാള് വീശി നടന്നു എന്ന ചരിത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയ മാറ്റം ചെറുതല്ല ബഹുമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു അൻഹു ആകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വളരെ സ്പീഡിൽ പെട്ടെന്ന് ഇങ്ങനെ പോവാണ് എന്തോ ഒരു ലക്ഷ്യമുള്ളതുപോലെ മെല്ലെ പുറകിൽ പോയി നോക്കുമ്പോൾ അതാ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് ഖലീഫയായിരുന്ന സമയം രാജാവായിരുന്ന സമയം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആരാണ് ഏതാണ് അഡ്രസ് ഒന്നും അറിയില്ല നോക്കുമ്പോൾ ഇത് സ്ഥിരമായി ഈ കാഴ്ച കാണുന്നു ഒരു ചെറിയ കുടിലേക്ക് കയറുകയാണോ ആരും ശ്രദ്ധിക്കുന്നില്ല ഒഴിഞ്ഞ ഒരു സമയം നോക്കി കുടിലിന്റെ ഉള്ളിലേക്ക് കടക്കുക ഒരു പാവപ്പെട്ട ഉമ്മ പ്രായം ചെന്ന ഉമ്മ കട്ടിലിങ്ങനെ കിടക്കുക എഴുന്നേക്കാൻ വയ്യ തളർന്ന് കിടക്കുകയാണ് സാധുവായ രോഗിയായ അവശയായ വാർദ്ധക്യത്തിന്റെ മൂർധന്യത്തിലെത്തിയ പാവപ്പെട്ട ഉമ്മയോട് തൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ ഉമ്മ പറയാണ് മോനെ കാലങ്ങളേറെയായി രോഗിയായ പാവപ്പെട്ട ഞാൻ ഒറ്റക്കാണ് എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല എങ്കിലും അൽഹംദുലില്ലാഹ് എന്റെ
എന്റെ മകനെ പോലെ ആരോ ഒരാൾ എല്ലാ ദിവസവും ഇവിടെ കടന്നു വരും. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള പാത്രത്തിലാണ് ഞാൻ കാറ്റിക്കുന്നതും മൂത്രിക്കുന്നതും. ആ നജസ് കൊണ്ടുപോയി വരുന്ന ആൾ ഒരു മടിയുമില്ലാതെ പുറത്തേക്ക് കളയുകയാ. എന്നിട്ട് ആ പാത്രം വൃത്തിയാക്കി കൊണ്ടുവെക്കുകയാണ്. എന്നിട്ടതാ എന്നെ വൃത്തിയാക്കുകയാണ്, കുളിപ്പിക്കുകയാണ്, ശുദ്ധിയാക്കുകയാ. എന്നിട്ട് എന്നെ ഒരു കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ പൊക്കിയിരുത്തുകയാണ്, കൊണ്ടുവന്ന് പൊതിയഴിക്കുകയാ. എനിക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ആ വന്ന മനുഷ്യനുള്ള കൈതടാ നുള്ളി എന്റെ വായിലേക്ക് വെച്ചു തരുകയാ. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് എന്നോട് നല്ല വർത്തമാനങ്ങൾ പറയുകയാണ്, സമാധാന സാന്ത്വന വാക്കുകൾ പറയുകയാണ്. അതോടെ എന്റെ എല്ലാ വിഷമവും മാറി, വിശപ്പും മാറി, ടെൻഷനും മാറി. ഇനി ഞാൻ നാളെ വരാമുമ്മ എന്ന് പറഞ്ഞങ്ങ് പോവുകയാ. ഇതങ്ങ് പറയുമ്പോഴത്തേക്ക് പൊട്ടിക്കറിയുകയാണ് ഉമ്മ. ആ വന്ന ആളാരെന്നറിയുമോ? ആ വന്ന ആള് ആരാണെന്നറിയുമോ ഉമ്മ? ആ വന്ന ആളിന് പരിചയമുണ്ടോ ഉമ്മ? അവരാണ് മീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ കുള്ളിമാമാണല്ലോ. അത് മഹാനായ നമ്മുടെ ഖലീഫയാണുമ്മ. അത് നമ്മുടെ ഖലീഫയാണുമ്മ. അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ തങ്ങളാണുമ്മ. അത് വേറെ ആരുമല്ല ഉമ്മ. ചെറുവിരൽ കഥാ മുറിച്ചെടുത്ത് നെഞ്ചിലതാ കോർത്തിട്ട് നടന്ന ഉമർ തങ്ങള് ഇത്രയും വലിയ കാരുണ്യത്തിന്റെ, സേവനത്തിന്റെ, സ്വാന്തന പ്രവർത്തനത്തിന്റെ നായകനാക്കിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇന്നലകളിൽ പലരുടെയും പലതും സംഭവിച്ചിട്ടുണ്ട്. അത് അല്ലാഹു നോക്കൂല. അതിനുശേഷം എങ്ങനെ? തൗബക്ക് ശേഷം എങ്ങനെ? ഇസ്ലാമിന് ശേഷം എങ്ങനെ? അല്ലാഹുവിനെ വേദിച്ചു മടങ്ങിയതിന് ശേഷം എങ്ങനെ? അതാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അടിച്ചു പൊളിച്ച് അരങ്ങ് തകർത്ത് അല്ലാഹുവിനെ വെല്ലുവിളിച്ചു ഞാൻ ഇവിടെ സ്ഥിരതാമസമുള്ള ആളാണെന്ന് ചിന്തിച്ചു മുന്നോട്ട് പോയാൽ അല്ലാഹു നമ്മെ വെറുതെ വിടില്ല. ഒരൊറ്റ അവസരമേ ഉള്ളൂ, രണ്ടാമത്തെ ഒരു അവസരമില്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എന്തിനാണ് അല്ലാഹു തആല തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. വലിയ ബർക്കത്തുള്ള, ഖബറിൽ വലിയ കാവലേകുന്ന സൂറത്താണ്. അല്ലാഹു ദായിമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, ഒരു കാലുണ്ടായിരുന്നു, മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് ദിക്ർ ചൊല്ലുന്ന കാലുണ്ടായിരുന്നു. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയ്ക്ക് ഇളകാത്ത ഉമ്മമാരായിരുന്നു. ആ മുസല്ല, ആ നിസ്കാര കുപ്പായം അത് മാറൂല. മഗ്രിബിന് കൈകെട്ടിയാൽ ഇശാ നിസ്കരിച്ചിട്ടല്ലാതെ എഴുന്നേൽക്കൂല. ഞാൻ എൻ്റെ ഉമ്മമാരോട് കുറ്റപ്പെടുത്താൻ പറയല്ല, സ്നേഹത്തോട് ചോദിക്കട്ടെ, അങ്ങനൊരു മുസല്ല വീട്ടിൽ നിന്നുണ്ടോ? മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് വിശ്രമമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു മുസല്ല നമ്മുടെ അരമനയുടെ അകത്തളത്തിലുണ്ടോ? നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ടോ? നമ്മുടെ പഴയകാല ഉമ്മമാര് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരു യാസീൻ ഓതുവായിരുന്നു അല്ലേ? എന്നിട്ട് ദുആരക്കുവായിരുന്നു, അല്ലാഹുവേ ഈ യാസീനിന്റെ മിസ്ൽ സവാബ് മരിച്ചുപോയ ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിലെത്തിച്ചു കൊടുക്കണം. ആ ഉമ്മ വാപ്പമാർക്ക് വലിയ സന്തോഷമായിരുന്നു. എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങൂല. അല്ലാഹുവേ, എന്റെ ഭർത്താവ് അന്നം അന്വേഷിച്ച് അന്യനാട്ടിൽ കടം വാങ്ങി കടല് കടന്ന് കരഞ്ഞു കൊണ്ടുപോയ പാവപ്പെട്ടവനാണ് റബ്ബേ, രോഗിയാണ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് എന്ന് ഭർത്താക്കന്മാരുടെ ആഫിയത്തിന് വേണ്ടി ദുആരക്കുന്ന ഭാര്യമാരുണ്ടായിരുന്നു. ഇന്നെവിടെ?
ഇന്ന് റീൽസ് എടുക്കാൻ മാത്രം ചിരിക്കുന്ന റീൽസ് ചെറിയ സെക്കൻഡുകൾ കട്ട് ചെയ്താൽ ഉടനെ അടി റീൽസിന് റീൽസ് കിട്ടണം, കാശ് കിട്ടണം. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാസർഗോഡുകാരെ കുറിച്ചൊന്നും അല്ല പറയാം, അതെല്ലാം ഓക്കെയാണ്. എനിക്കങ്ങ് നാളെ രാവിലെ നാട്ടിലെത്തണം. എനിക്ക് നാളെ എൻ്റെ മകന്റെ ഹിഫ്ദ് പൂർത്തിയാകുന്ന ദിവസമാണ്. നാളെ നാളത്തെ ഫംഗ്ഷനിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൻ്റെ നാട്ടുകാരൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ സ്ഥാപനത്തിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. നാളെ ഹിഫ്ദ് പൂർത്തി 24 വിദ്യാർത്ഥികൾ ഒരു സദസ്സിൽ, ഒരേ സദസ്സിൽ വെച്ച് എന്നെ ഹിഫ്ദ് പൂർത്തിയാക്കുന്ന ഒരു ചടങ്ങാണുള്ളത്. അതുകൊണ്ട് നാളെ എനിക്ക് എത്തണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി, അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി. രണ്ട് ദുഃഖമുള്ളത്, രണ്ട് ദുഃഖം. ഏതാണ് രണ്ട് ദുഃഖം എന്നറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള വലിയ രണ്ട് ദുഃഖമുണ്ട്. ഒരു ദുഃഖം മക്കളില്ലാത്ത ദുഃഖമാണ്. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അതൊരു ദുഃഖമാണ്, സമാധാനിക്കാൻ പറ്റുന്ന ഒരു ദുഃഖമാണ്. പഠിച്ചവനെ, നിന്റെ കഥയാണ്, എനിക്ക് കുട്ടികളില്ല എന്ന് സ്വബറിയാൻ. രണ്ടാമത്തെ ദുഃഖമുണ്ട്. ഒന്ന് മക്കളില്ലാത്ത ദുഃഖമാണെങ്കിൽ രണ്ടാമത്തെ ദുഃഖം മക്കളെ കൊണ്ടുള്ള ദുഃഖമാണ്. അതിന് വല്ലാത്തൊരു സമാധാനം കിട്ടൂല. എന്നാലും പഠിച്ചവനെ, എൻ്റെ മോനായിപ്പോയല്ലോ. ഊണിലും ഉറക്കിലും ഓരോ ഉമ്മയും കരയും. മക്കളെ കൊണ്ടുള്ള ദുഃഖം, മക്കളില്ലാത്ത ദുഃഖം. അല്ലാഹു രണ്ട് ദുഃഖങ്ങളിൽ നിന്നും സലാമത്തിൽ അനുഗ്രഹിക്കട്ടെ. കൺകുളിർമയുള്ള ഖുർറത്ത് ഐനുകളായ മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആ മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സമയം യാസീൻ ഓതി ദുആഇരക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ആ യാസീൻ ഓതി ദുആഇരന്ന് കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ധാരാളം ദിക്റും സ്വലാത്തും സലാമും എല്ലാ നല്ല അമലുകളും എന്തിനേറെ ചെറിയ മക്കള് സംസാരിച്ചാൽ അന്നത്തെ പ്രായമുള്ള ആളുകൾ, ഉപ്പമാര് പറയും, മക്കളെ സംസാരിക്കല്ലേ, ഇത് മഗ്‌രിബ് ഇശാഇന്റെ സമയം, സംസാരിച്ചൂടാ. ഇന്നങ്ങനെ പറയാൻ പറ്റും? ഉപ്പമാരെവിടെ? പറയാൻ പറ്റിയ അധികാരമുള്ള ഉപ്പമാരെവിടെ? ആ ഉപ്പമാരുടെ കയ്യിൽ ഇതിനേക്കാളും വലിയ സാധനം. എല്ലാവരുടെ കയ്യിലും ഒരേ പലകയുണ്ട്. ഓരോ 4 മക്കളാണെങ്കിൽ 4 പേരുടെ കയ്യിലുണ്ട്. ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല, മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് ഒരാളും പറയില്ല, ആരും പറയില്ല. പക്ഷേ അടുക്കളയിലെ കറിക്കത്തി പോലാണ് മൊബൈൽ. അടുക്കളയിലെ കറിക്കത്തി പോലാണ് മൊബൈൽ. ഇതാണ് സംഭവം. ആ കത്തി കൊണ്ട് എന്ത് ചെയ്യാം? മീൻ ശരിയാക്കാം, മത്സ്യം ശരിയാക്കാം, പച്ചക്കറി റെഡിയാക്കാം, പലതും ചെയ്യാം. എന്നാലോ ആ കത്തിയെടുത്ത് വേറെ ആളിനെ ആക്രമിച്ചാലോ ആ കത്തിയുടെ ഉപയോഗം അപകടമായി. മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കുന്ന ആളെ ചിന്തിക്കണം. ഇനി കത്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുത്തിയാൽ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഇനി വേണ്ട, കത്തിയെല്ലാം ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കാൻ പറ്റൂല. കത്തിയില്ലാതെ അടുക്കള മുമ്പോട്ട് പോകില്ല, നമ്മൾ പട്ടിണി. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കണം എന്നിടത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം അച്ചടക്കം പാലിക്കേണ്ടത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നിട്ടോ ആ ദിക്റും സ്വലാത്തും ഒക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് മൗലിദിന്റെ ഒരു ഏട് വെച്ചിട്ടുണ്ട്. ആ മൗലിദിന്റെ ഏടെടുക്കുകയാണ് ഉമ്മ പെങ്ങൾ. ബിസ്മിയും ഹംദും സലാത്തും സലാമും മുന്നേ ബിന്ദിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങുന്നേ. മുസ്ഫിഉം മുഫല്ലലും മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലും മുഹൈമിനും മുബല്ലിഗുൻ സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖും ജീബുൻ ഹബീബുല്ലാഹ് മുൻദിറും മുബസ്സിറും മുബർറും കലീമുല്ലാഹ് അവധാനങ്ങൾ പാടി ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഉമ്മ പെങ്ങന്മാർ.
വീട്ടിൽ എന്ത് റാഹത്തായിരുന്നു, എന്ത് ബർക്കത്തായിരുന്നു. തമ്മിൽ തല്ലില്ല, അനുസരണയില്ലാത്ത മക്കളില്ല, ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഭർത്താക്കന്മാരില്ല, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയില്ല, ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാരുമില്ല. നല്ല അച്ചടക്കമുള്ള വീടായിരുന്നു. പക്ഷെ സമ്പാദ്യം കുറവായിരുന്നു, വീടിന് വലിപ്പം കുറവായിരുന്നു, സമാധാനത്തിനൊരു കുറവില്ല. ഇന്നോ 5000 സ്ക്വയർ ഫീറ്റ്, 2000 ഉണ്ട്, 3000 ഉണ്ട്, 2 നിലയുണ്ട്, 2.5 നിലയുണ്ട്, 3 നിലയുണ്ട്. പക്ഷേ 2 ആള് മാത്രമേ താമസിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടി 4 ആള്. പക്ഷേ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. എന്തോന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ നമുക്കാകണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലുള്ള മരണവും ജീവിതവും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. മരണത്തെയും ജീവിതത്തെയും പടച്ചത് നിങ്ങളിൽ ആരാണ് സൽക്കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, അല്ലാഹു തആല ആദ്യം പറഞ്ഞെന്താ? അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത എന്നല്ല, ഹയാത്ത് ജീവിതം, പിന്നെ മൗത്ത് അല്ല പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ആദ്യം അല്ലാഹു തആല പറഞ്ഞത് മരണത്തെയും ജീവിതത്തെയും. ജീവിതം വളരെ നിസ്സാരമാണ്, മരണത്തിലേക്ക് ചേർത്ത് ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പഴുതല്ല, മരണമില്ലാത്ത ജീവിതത്തിലേക്ക് കടക്കാനുള്ള പഴുത് ജീവിതത്തെക്കാൾ ഭയാനകമാണ്. അല്ലാഹു അക്ബർ. അത് എളുപ്പമുള്ള രസമൊന്നുമില്ല. അല്ലാഹു നല്ല മരണം തരട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണ ലോകമായി ദുനിയാവിനെ തരപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സമയത്തിൽ നിന്നും പുറത്തു ചാടാൻ പറ്റാത്തത്. അല്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് ഏതാണ്? ഏറ്റവും അമൂല്യമായ സമ്പത്ത് ഉണ്ടല്ല, എന്തെങ്കിലും ഒന്ന് പറയും. നിങ്ങളാരും വാച്ച് നോക്കരുത്. പരിപാടി തീർന്നാൽ വാച്ച് നോക്കാൻ, മൊബൈൽ നോക്കാനും ഒക്കെ അനുവാദം എനിക്കേ ഉള്ളൂ. നിങ്ങളിപ്പോ നോക്ക്. ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് വജ്രമാണോ, മാണിക്യമാണോ, മരതകമാണോ ഒന്നുമല്ല. ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സമയം. എന്താ കാരണം? കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് തിരിച്ചു പിടിക്കാൻ നമ്മൾ കോടി സമ്പത്ത് കൊടുത്താലും ഒരു മൈക്രോ സെക്കൻഡ്, ഒരു പൈക്കോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് തിരിച്ചു പിടിക്കാൻ ആ സൂചി ഒന്ന് കറങ്ങാൻ നമുക്കുണ്ടാവൂല. എന്ത് അത്ഭുതമാണ് കണ്ടോ. അപ്പൊ തന്നെ ബുദ്ധിയോട് ചിന്തിക്കണം, പടച്ചവനെ ഇത് എനിക്കൊരു പരിധിയുള്ള സ്ഥലമാണ്. എന്റെ വാച്ചിന്റെ സൂചി എന്റെ മരണത്തിന് മുമ്പ് എത്ര കറങ്ങിത്തീരാനുണ്ട്, എനിക്ക് വേണ്ടി എന്റെ കലണ്ടറിന്റെ താളുകളിൽ എത്ര അറിയാനുണ്ട്, എന്റെ ജീവിതയാത്രയിൽ എത്ര പ്രഭാത പ്രദോഷങ്ങൾ എനിക്ക് കാണാനുണ്ട്, എത്ര ഉദയ അസ്തമയ സൂര്യനെ എനിക്ക് ദർശിക്കാനുണ്ട്, എന്റെ ജീവിതം ഒടുങ്ങാൻ. സമയം അത്ഭുതമാണ്. ആർക്കെങ്കിലും സമയത്തിൽ നിന്ന് പുറത്തു കാണാൻ പറ്റുമോ? ഞാൻ 1 മണിക്കൂർ സമയത്തിൽ ഞാൻ മാറിയിക്കട്ടെ, പറ്റുമോ? ഒരു സയന്റിസ്റ്റിനും പറ്റൂല. അല്ലാഹു അതിൽ സമയത്തിന്റെ ഉള്ളിൽ നമ്മളെ പിടിച്ചിട്ടിരിക്കുകയാണ്. സമയം വലിയ ഒരു മിസ്റ്ററിയാണ്. ഗലീലിയോ സമയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നോക്കി നടന്നിട്ടില്ല. ഗ്രാവിറ്റി കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൻ സമയത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. അതിനുശേഷം 200 വർഷം കഴിഞ്ഞു വന്ന E=mc² എന്ന വലിയൊരു തിയറി ലോകത്തേക്ക് സമ്മാനിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ സമയത്തെക്കുറിച്ച് പറയാൻ നോക്കി. പലരും അതിനുശേഷം ഈ അടുത്ത് മരണപ്പെട്ടു പോയ അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് സമയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നോക്കി. എന്താണ് സമയം? എഴുതിയിട്ടില്ല. അയാളൊരു ടെക്സ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. സമയത്തെ കുറിച്ച് പറയുന്ന ഒരു ബ്രീഫായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥം. അതിൽ ബ്ലാക്ക് ഹോൾ ഉണ്ട്, അതിൽ തമോഗർത്തമുണ്ട്, അതിൽ വലിയ രസകരമായ ചില തോട്ടുകളൊക്കെ അയാൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ സമയം എന്താണെന്ന് പറയാൻ അയാളെ കൊണ്ട് പറ്റിയിട്ടില്ല.
ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനുമാണ് എന്ന് ലോകം തീരുമാനിച്ചിട്ടുള്ള അയാൾ ഏലിയനാണോ എന്ന് പോലും ചർച്ചയുള്ള, യൂറോപ്പിലൊക്കെ അദ്ദേഹം അന്യഗ്രഹ ജീവിയാണോ എന്ന് പോലും ചർച്ചയുണ്ട്. എലോൺ മസ്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിനും സമയത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. സ്പേസ് എക്സിന്റെയും എക്സിന്റെയും ടെസ്ലയുടെയും ഒക്കെ ഫൗണ്ടറാണ്. അയാളുടെ സമ്പത്ത് ലോകത്തിലുള്ള എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ ഒരാൾക്ക് 5000 രൂപ. എനിക്ക് ഉസ്താദിനും മൂപ്പരുടെ സമ്പത്ത് ലോകത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്കൊരു 5000 കിട്ടും, അതിനൊരു 5000 വിചാരിക്കാം. എന്നാ പിന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ ഉസ്താദ്, നോക്കാൻ അത്രയും വലിയ കോടീശ്വരനാണ്, ബില്യണറാണ്. ലോകത്തിൽ ഇന്ന് വരെ അത്ര സമ്പാദ്യമാരും സമ്പാദിച്ചിട്ടില്ല. പക്ഷെ അയാൾക്ക് പറ്റുമോ അയാളുടെ സമ്പത്ത് സെക്കൻഡ് തിരികെ പിടിക്കാൻ, മരണത്തെ തോൽപ്പിക്കാൻ? മൈക്കിൾ ജാക്സൺ മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു 100-150 കൊല്ലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട് വിട്ട് ഒരു മണിക്കൂർ പറയാനുണ്ട്, വേറൊരു സമയം പറയാം. ആകെ ഒരു 2 ദിവസമെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ആവുക. നമുക്ക് ഒറ്റ ദിവസമുള്ളൂ, ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് വിശാലമായി പറയണം. ഞാൻ പറയുന്നത് ഒരു പരീക്ഷണമാണ്. ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ. ഈ പരീക്ഷണ ലോകമായതുകൊണ്ട് നമുക്ക് സമയം മുന്നോട്ട് പോവുക. പ്രായം കൂടുതലല്ല, പ്രായം കുറയുകയാണ്. നമ്മൾ വിചാരിക്കും പ്രായം കൂടി വരികയാണ്. സംഭവം താടി നരയ്ക്കുന്നുണ്ട്, പല്ലുകൾ ആടുന്നുണ്ട്, ശരീരത്തിന്റെ മാംസപേശികളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായം കുറയുകയാണ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള എപ്പോഴറിയോ? ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യത്തെ ശ്വാസം. അത് അപ്പോൾ ഒരാൾക്ക് അല്ലാഹു 50 വയസ്സ് വരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് മൊത്തം അപ്പോൾ. പിന്നെ ഓരോ ശ്വാസം കഴിയുമ്പോൾ 50-ൽ നിന്ന് കുറയാണ്, പ്രായം കുറയാണ്. 50 വയസ്സുള്ള ആള് 10 വയസ്സാകുമ്പോൾ 50 വയസ്സ് വരെ അല്ലാഹു നിശ്ചയിച്ച ഒരാള് അയാളുടെ 10ാമത്തെ വയസ്സിലെത്തുമ്പോൾ 40 കുറഞ്ഞു, 20 കൂടായാൽ 30 കുറഞ്ഞു. ഇങ്ങനെ കുറയാണ് വാസ്തവത്തിൽ. മരണത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു നിശ്ചയിച്ച സമയം ഒന്നൊന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സ്വർഗ്ഗമാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ കഴിയണം. പൊന്നുമോനെ, എത്ര അടിച്ചുപൊളി ചരങ്ങ് തീർത്താലും, എന്തെല്ലാം ആഭാസത്തരങ്ങൾ കാണിച്ചാലും, ആരെയെല്ലാം വെല്ലുവിളിച്ച് വിവാഹവേദികൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിവാഹവേദികളിൽ ഒരാളിനെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധ്യമല്ല. ഒരു ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു വിവാഹവേദിയിൽ, ഒരു നിക്കാഹിന്റെ വേദിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കാലമാണ്. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ വിവാഹം ചെയ്യുന്നുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങൾ വിവാഹം ചെയ്യുന്നുണ്ട്, അമ്പലത്തിലും ചർച്ചിലും വെച്ച്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന്റെ ചില ആളുകൾ മത്സരിക്കുകയാണ് തോന്നിവാസം കാണിക്കാൻ. എന്നാലോ ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായ, സുതാര്യമായ, ലളിതമായ ഒരു കർമ്മമാണ് നിക്കാഹ്. 4 ആളുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിക്കാഹായി. വേറൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. അത് മനുഷ്യന്മാര് തമ്മിൽ പറയുന്ന ഒരു മീസാക്കൻ ഖലീല, വലിയ ഒരു കട്ടിയുള്ള കരാറാ. അതിനെ ഇത്രയും വലിയ ആഭാസം കൊണ്ട് അരങ്ങ് തകർത്ത് ഡാൻസ് ഇല്ലാത്ത നിക്കാഹ് ഉസ്താദേ, അതെന്ത് നിക്കാഹ്? ഡാൻസ് ഇല്ലാത്ത കല്യാണോ? അതെന്ത് കല്യാണം? നിങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് നേരം വിളിച്ചിട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴും മദ്രസ പൊട്ടനായിട്ട് നടക്കുകയാണോ? നിങ്ങൾ ഇപ്പോഴും 6ാം നൂറ്റാണ്ടിലാണോ? ഒന്ന് ഡാൻസ് ഇല്ലാത്തൊരു കല്യാണം, അതെന്ത് കല്യാണം? നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പുതിയ തലമുറ പറയുന്നത്. മക്കളെ, ആഭാസത്രം കാണിച്ചിട്ടുള്ള ഒരൊറ്റ നിക്കാഹും സന്തോഷത്തോടെ മുന്നോട്ട് പോയിട്ടില്ല. കാരണം വെല്ലുവിളിച്ചത് അല്ലാഹുവിനെയാണ്. പിന്നെ എങ്ങനെ അതിൽ സന്തോഷം ഉണ്ടാവും? പിന്നെ എങ്ങനെ അതിലൊരു നല്ല ഒരു സ്വാലിഹായ സന്താനം ഉണ്ടാവും? റഹ്മത്തിന്റെ മലക്കുകൾ ആ പരിസരത്തെത്തുവോ? എന്തെല്ലാം കോടികൾ പൊടിക്കുകയാണ്. ഭക്ഷണം കൊടുക്കേണ്ടെന്ന് അഭിപ്രായമില്ല, ഒരു നല്ല വസ്ത്രം ധരിക്കേണ്ടെന്ന് അഭിപ്രായമില്ല. പക്ഷെ മാന്യത കൈവിട്ടുപോയി. പേര് പറയുമ്പോൾ നീളമുള്ള ഹാജിയാരുടെ കല്യാണമാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചുകൂട്ടി അവസാനം ഏതോ ഒന്നും അറിയാത്തൊരു സാധുവായ ഒരു തങ്ങളെ കൊണ്ടിരുത്തി ദ്വാരപ്പിച്ചാൽ ആ തങ്ങൾ വന്നു, അല്ലെങ്കിൽ ആ ഉസ്താദ് വന്നു എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ചില ചെപ്പടി വിദ്യക്കാരുണ്ട്. കാസർഗോഡ്
ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ദേശം ഉള്ളത് പറഞ്ഞ ഇവിടുന്ന് ട്രെൻഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെൻഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാസർഗോഡ്. ഇതങ്ങനെ കാസർഗോഡ് വഴി ഇങ്ങനെ ഞാൻ NH കൂട്ടുകയാണ്. സൈഡിലുള്ള വയനാടും മോളിലുള്ളത് പിന്നെ അങ്ങോട്ടുള്ള പാലക്കാടും പിന്നെ കോട്ടയവും പത്തനംതിട്ടയും ഒന്നും കൂട്ടുന്നില്ല. ഞാൻ NH വഴി ശ്രദ്ധിച്ചോണേ. കാസർഗോഡ് എന്നൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ണൂരിലേക്ക് ചാടും. അത് കല്യാണം മാത്രമല്ല, വസ്ത്രത്തിന്റെ ട്രെൻഡ് ആകട്ടെ, എന്ത് ട്രെൻഡ് ആകട്ടെ, അത് കണ്ണൂരിലേക്ക് ചാടും. അവിടുന്ന് നേരെ കോഴിക്കോടേക്ക് ചാടും. പിന്നെ അത് മലപ്പുറക്കാരേറ്റെടുക്കും. പിന്നെ സുബ്ഹാനല്ലാഹ് തൃശ്ശൂരുകാരെടുക്കും. പിന്നെ എറണാകുളം, ആലപ്പുഴ സാധുവായ നാട്ടുകാരും പുറയിലോട്ടല്ല, അത് നല്ലതുപോലെ അപ്ഡേറ്റ് ചെയ്ത് അവർ ഏറ്റെടുക്കും. പിന്നെ അങ്ങ് തിരുവനന്തപുരം എത്തുമ്പോഴേക്ക് ഇവിടെ ഔട്ട് ഓഫ് ഫാഷനായി. ഇവിടെ ഫാഷൻ അല്ലാതായി. നിങ്ങൾ തൊടുത്തു വിട്ട് അമ്പങ്ങ് തിരുവനന്തപുരം എത്തുമ്പോഴേക്ക് നിങ്ങൾ പുതിയ ട്രെൻഡിന് തിരികൊളുത്തി പോയി. ഞാൻ നിൽക്കുന്നത് കാസർഗോഡാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ എന്നാൽ സഗൗരവം പറയുകയാ. എത്ര ദിവസം കല്യാണം അല്ലേ? 5 മിനിറ്റ് കൊണ്ട് കഴിയേണ്ട നിക്കാഹ് ഇന്ന് 5 ദിവസമായിട്ടും തീരുന്നില്ല. നമുക്ക് 2 ദിവസമായിരുന്നു, പിന്നെ മതിയാകുന്നില്ല, 3ആയി 4ആയി. ഓ പെങ്ങളെ, ഈമാനുള്ള പൊന്നുമോനെ, സേവ്ഡ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കത്തുമടിച്ച് ഒരു ലെറ്റർ മടിച്ച് നിക്കാഹം ഹലാലായ കർമ്മത്തിന് മുമ്പ് അവളുടെ കൈ പിടിച്ച് കറങ്ങാൻ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്ന വീഡിയോഗ്രാഫറുമായി നടക്കുന്ന തോന്നിവാസം അല്ലാഹു തആല പൊറുക്കൂല എന്ന് മാത്രമല്ല, ആ നിക്കാഹിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി നടത്തുന്ന നിക്കാഹല്ല. എല്ലാ തോന്നിവാസവും കഴിഞ്ഞിട്ടാണ് പിന്നെ നിക്കാഹ് നടക്കുക. അതിന് മുമ്പ് കഴിയാനൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, ഏതാണ്ട് ഒരു 6-7 വർഷത്തിന് മുമ്പ്, 6 7 10 എനിക്കറിയില്ല, എന്തായാലും ഒരു 5-6 വർഷത്തിന് മുമ്പ് എന്തായിരുന്നാലും എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ നമ്മുടെ കാസർഗോഡ് ടൗണിൽ നെല്ലിക്കുന്നു, അവിടെ ഞാൻ മഞ്ഞക്കല്യാണത്തിനെതിരെ പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. മഞ്ഞക്കല്യാണത്തിനെതിരെ അപ്പൊ ഞങ്ങളവിടെ മഞ്ഞക്കല്യാണമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് വണ്ടി അങ്ങ് ഓടി എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ മഞ്ഞക്കല്യാണം ഔട്ടായി, പുതിയ ഒരുപാട് ട്രെൻഡുകളായി. ഞാനതാ പറഞ്ഞത്, ഔലിയാക്കന്മാരുടെ പാരമ്പര്യമുള്ള സ്വഹാബികൾ ഉമ്മ വച്ചുറങ്ങുന്ന മണ്ണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും മാലിക് ദിനാർ തങ്ങളടക്കമുള്ള വലിയ വലിയ മഹാന്മാർ അന്തരിശ്രമം കൊള്ളുന്ന ചരിത്രമുറങ്ങുന്ന പരിശുദ്ധമായ ചൈതന്യമുള്ള കാസർഗോഡിന്റെ പ്രിയപ്പെട്ട പാരമ്പര്യം പറയാൻ പറ്റുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പൊരുത്തപ്പെടുന്ന രണ്ടു നീ തുടങ്ങി വെക്കടാ. പടച്ചവന് ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡിന് നീ തുടങ്ങി വെച്ചു. ആ ട്രെൻഡ് കേരളത്തിൽ അങ്ങ് പരക്കട്ടെ. നിനക്ക് ദുനിയാവിലും പ്രതിഫലമാ, ആഖിറത്തിലും പ്രതിഫലമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറിയ ഒരു സമയം മാത്രം ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരീക്ഷണങ്ങളുടെ കാലമാണ് അല്ലേ? ശ്രദ്ധിച്ചോണം, ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു തആല പല നിലക്കും പരീക്ഷിക്കും. ഇവിടെ നിങ്ങൾ ഒരിക്കലും സുഖങ്ങൾ മാത്രമുള്ള ലോകമാണ്. ഞാൻ 5 നേരവും നിസ്കരിച്ച്, റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ച്, ഫിത്ർ നിസ്കരിച്ച്, ദുഹാ നിസ്കരിച്ച്, റവാബി നിസ്കരിച്ച്, തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ച്, ഇടക്കിടക്ക് കഴിയുമ്പോഴെല്ലാം ആഴ്ചയിൽ 2 ദിവസം സുന്നത്ത് നോമ്പെടുത്ത് ഒരു ഹറാമും ചെയ്യാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ റബ്ബിന്റെ പൊരുത്തത്തിലായി വിശുദ്ധ ഖുർആനോട് സ്വലാത്ത് ചൊല്ലി ഒരു നല്ല കമാലിയത്തുള്ളൊരു മുസ്ലിമായി മുന്നോട്ട് പോയാൽ എനിക്കങ്ങ് സമ്പൽ സമൃദ്ധമായ ജീവിതം അല്ലാഹു തരുമെന്ന വ്യാമോഹം വേണ്ട. കാരണം ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇവിടെ വിത്ത് വിതക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിഫലത്തിന്റെ നാള് വൽആഖിറതു ഖൈറു വഅബ്ഖാ. അതങ്ങ് പരലോകത്തിലാ. ചില ആളുകൾ പറയും, ഉസ്താദേ ഇന്നലെ നല്ല കച്ചവടമായിരുന്നു, ഇന്നലെ ഞാൻ 100 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് കച്ചവടം അത്ര റാഹത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നവൻ ഈമാൻ കുറഞ്ഞു. സ്വലാത്തിനെ സ്വലാത്തിന്റെ വഴിക്ക് വിടുക, ഖുർആനിന്റെ വഴിക്ക് വിടുക, നിസ്കാരത്തിന്റെ വഴിക്ക് വിടുക, ഇബാദത്തിന്റെ വഴിക്ക് വിടുക, അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നതിനെ തഖ്വയുടെ വഴിക്ക് വിടുക.
ദുനിയാവുമായിട്ട് കൂട്ടിക്കെട്ടാൻ നിന്നാൽ എങ്ങൂല പറഞ്ഞിങ്ങനെ ഇടക്കിടക്ക് സമാധാനിക്കാം. എടാ ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. ഇന്നൊരു ദിവസം 100 സ്വലാത്ത്, നല്ല കച്ചവടം, നല്ല റാഹത്ത്. അപ്പോൾ നാളെ 500 സ്വലാത്ത് ഇല്ലേ, അവന്റെ കടയിൽ കള്ളം കയറി അന്ന് രാത്രി. നിങ്ങൾ എന്ത് പറയും? 100 സ്വലാത്ത് ചൊല്ലിയ സമയത്ത് മാഷാ അല്ലാഹ് നല്ല കച്ചവടം. ഇത്രയും നാൾ ഇത്രയും ലാഭം ഉണ്ടായിട്ടില്ല. നല്ല ഇഖ്ലാസോടെ ഇഖ്ലാസോടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അടുത്ത ദിവസം 500 സ്വലാത്ത്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും അത് ആദ്യം ചെല്ലിയത് റബ്ബിന്റെ പരിധിന, രണ്ടാമത് കച്ചവടം നടത്തുന്നതാണ്. അല്ല, നല്ല ഇഖ്ലാസോടെ കച്ചവടത്തിനല്ല, ഹബീബിനോടുള്ള ഹുബ്ബങ്ങോട് ഖൽബിൽ കയറി നല്ല സ്വലാത്ത് 500 എണ്ണം ചെല്ലും. അപ്പോഴോ അന്ന് രാത്രി കടയിൽ കള്ളം കയറി. എന്താ പറയാ? എന്താ നിങ്ങൾ പറയുക? അതൊന്നും നിങ്ങൾ ഒരിക്കലും ദുനിയാവിനോട് കൂട്ടിക്കെട്ടല്ലേ. കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും രോഗിയായിരുന്നാലും നിനക്ക് അല്ലാഹുവിനെ സുജൂദ് ചെയ്യണം. കടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാം ഹലാലിനെ സൂക്ഷിച്ചു കൊള്ളണം. വീട്ടിൽ ഞെരുക്കമാണ്, ഒരുക്കമാണ്, അപ്പോൾ ഹറാമിനൊരു വിടുതലുമില്ല. ഹറാമും ഹലാലും സൂക്ഷിച്ചു കൊള്ളണം. ഹലാലിന്റെ ഹലാലിന്റെ വഴിക്ക് വിടണം, ഹറാമിന്റെ വഴിക്ക് വിടണം. പരീക്ഷണം പല നിലയ്ക്കാം. പക്ഷേ ആ പരീക്ഷണത്തിന് കൃത്യമായി ഫോക്കസ് ചെയ്തു പോകുന്നവർക്കാണ് സ്വർഗം. വലിയ ഇബാദത്തുണ്ട്, റാഹത്താണ്. പക്ഷേ ഒരു രോഗം വന്നുപോയി, പിന്നെ അയാൾക്ക് ഇബാദത്തിൽ ഉഷാറില്ല. അയാളുടെ പരീക്ഷണം ഫെയിലായി പോയി. അല്ലാഹുവിന്റെ പരീക്ഷണം, രോഗം തന്ന അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹു രോഗം തന്ന് പരീക്ഷിക്കും, ആരോഗ്യം തന്ന അല്ലാഹു പരീക്ഷിക്കും. രോഗം മാത്രമല്ല പരീക്ഷണം. പല ആളുകളും ചിന്തിക്കും, അല്ലെങ്കിലും പടച്ചവനെ ആ ഹജിയാർക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്, ട്യൂമറാണ്, ഓപ്പറേഷനാണ്, മരണശയ്യയിലാണ്, നല്ല ഇബാദത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കല്ലേ. അദ്ദേഹം ഒരു ഈമാനുള്ള മുഅ്മിനാണോ? സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണ്. ഒരു മുഅ്മിനായ ഇബാദത്തുള്ള മനുഷ്യന് ഒരു മാരക രോഗം കൊടുത്താൽ അല്ലാഹു വലിയ പ്രതിഫലം ആഖിറത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. അങ്ങനെ ചിന്തിക്കുക. ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, രോഗമൊന്നുമില്ല, എന്നാൽ അല്ലാഹു അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമല്ല. ഒരാൾക്ക് ക്യാൻസർ രോഗമാണ്, അല്ലാഹു വെറുത്തതിന്റെ അടയാളമല്ല. ഒരാൾക്ക് ദാരിദ്ര്യത്തിന്റെ ചുഴിയിലകപ്പെട്ട് കിടക്കുകയാൽ ഇബാദത്തിനൊരു കുറവുമില്ല. ഒരിക്കലും അല്ലാഹു എന്നെ സ്വീകരിക്കുന്നില്ല, എന്റെ ഇബാദത്ത് കൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല, അല്ലാഹുവിന്റെ ദർബാറിൽ നിന്നൊന്നും എനിക്ക് തരുന്നില്ല, എന്റെ കടം തീരുന്നില്ല, എനിക്കൊരു കടക്കാടമില്ല, ഒരു ഖൈറായ ജോലിയില്ല. എവിടെ നോക്കിയാലും ജീവിതത്തിൽ പ്രയാസമാണ്. ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ ഉമ്മ, ഓ ഉപ്പാ, നിനക്കൊരു പ്രയാസം വരുമ്പോൾ നിന്നോട് പടച്ചവൻ ഇഷ്ടക്കുറവാണെന്ന് ചിന്തിക്കല്ലേ. നിനക്ക് നല്ല ആരോഗ്യവും സമ്പത്തും തരുമ്പോ പടച്ചവൻ എന്നാ വല്ലാതെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അല്ലാഹു ഇത് തരുന്നതെന്നും ചിന്തിക്കല്ലേ. രണ്ടും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആരോഗ്യം തന്ന് പരീക്ഷിക്കുന്ന അല്ലാഹ്, രോഗം തന്ന് പരീക്ഷിക്കുന്ന അല്ലാഹ്, സൗന്ദര്യം തന്ന് പരീക്ഷിക്കുന്ന അല്ലാഹ്, സൗന്ദര്യം എടുത്തിട്ട് പരീക്ഷിക്കുന്ന അല്ലാഹ്, കടം തന്ന് പരീക്ഷിക്കുന്ന അല്ലാഹ്, സമൃദ്ധി തന്ന് പരീക്ഷിക്കുന്ന അല്ലാഹ്, എല്ലാം റബ്ബിന്റെ പരീക്ഷണമാണ്. പക്ഷെ ഇവിടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന പരീക്ഷണമുണ്ടല്ലോ. ഇന്നത്തെ പ്രഭാതത്തിലുള്ള പണക്കാരൻ അടുത്ത പ്രദോഷത്തിൽ അതാ പാവപ്പെട്ടവനാവുകയാണ്. ഇന്നത്തെ പാവപ്പെട്ടവനായ ആ സഹോദരൻ നാളത്തെ പ്രഭാതത്തിൽ അയാളെ സമ്പന്നനാവുകയാ. കഴിഞ്ഞ വിശുദ്ധമായ
റമദാനിൽ ഒരു സഹോദരൻ എന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഞാൻ തട്ടാമല കൊല്ലം ജില്ലയിലെ ചരിത്രമുറങ്ങുന്ന രണ്ട് മഹാന്മാർ ഔലിയാക്കന്മാർ ഉമ്മ വച്ചുറങ്ങുന്ന തട്ടാമല എന്ന കേരളത്തിൽ അറിയപ്പെട്ട രണ്ട് മഹത്തുക്കൾ ഉമ്മ വച്ചുറങ്ങുന്ന 984 ഖബർ കൊടുത്തു അതാ ഹൗദിനു വേണ്ടി കൊടിയെടുത്തപ്പോഴാണ് ഒരു മയ്യത്ത് പൊന്തി വരുന്നത്. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകിയ സ്ഥലമാണ്. ഞാൻ ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, ആ തട്ടാമല പള്ളിയിലാണ് ഈ സാധുവായ ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. ആ പള്ളിയിലെ കഴിഞ്ഞ വിശുദ്ധമായ റമദാന് ഒരു അസർ നിസ്കാരം കിടന്നിരിക്കുമ്പോ ഒരു സഹോദരൻ ഒരു കവർ പിടിച്ചുകൊണ്ട് വരികയാണ്. മുഷിഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് കവറും പിടിച്ച് എന്റെ മുമ്പിൽ വന്ന് പറയുകയാ, ഉസ്താദേ 1000-ലധികം ഞാൻ ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പൈസയില്ല, ദാരിദ്ര്യത്തിന്റെ പ്രതിസന്ധിയില. ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു, ഒരു ഡയാലിസിസിനുള്ള പൈസ ഒന്ന് വാങ്ങിത്തരട് എന്ന് നിറകണ്ണുകളോടെ പറയുന്ന സഹോദരൻ അല്ലാ. ഞാൻ അടുത്തങ്ങ് പരിചയപ്പെട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. അന്ന് വന്നപ്പോൾ എനിക്ക് അറിയുന്ന ആളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കോടീശ്വരനായിരുന്നു. നാഗപ്പള്ളിയിലും കൊല്ലത്തും വലിയ ബിൽഡിങ്ങുകളുള്ള ആളായിരുന്നു. GCC കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പില് 20 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സീരിയസ് ഉള്ള വാഹനം കടന്ന ആളായിരുന്നു. അൻഡോവറടക്കം ബെൻസടക്കം BMW അടക്കം മാറി മാറി യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹം പ്രയാസമായി തന്റെ പണം നന്നായി ചെലവഴിച്ച് പട്ടിണിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോയപ്പോ കേരളത്തിലെ രണ്ടാമത്തെ കോടീശ്വരൻ രവിപിള്ളയുണ്ടല്ലോ, രവിപിള്ള എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ വീടിന് 5.5 കോടി രൂപ വില പറഞ്ഞു. 10-20 വർഷത്തിന് മുമ്പ് 5.5 കോടി രൂപയുടെ വീട് എന്ന് പറഞ്ഞാൽ കാസർഗോഡെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല. 5.5 കോടി 10 കോടിയുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ, എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5.5 കോടി രൂപയുടെ വീടിന് രവിപിള്ള എന്ന് പറയുന്ന ആള് വില പറഞ്ഞു. അയാളെ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞെന്താണ്, ഇന്നത്തെ പാവപ്പെട്ട നാളത്തെ പട്ടിണിക്കാരൻ, അടുത്ത ദിവസത്തെ പണക്കാരനും പട്ടിണിക്കാരനും പാവപ്പെട്ടവനും ദാരിദ്ര്യമുള്ളവനും മാറി മാറി വരും. ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്നു, നാളത്തെ അവസ്ഥ അറിയില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തഖ്വയിലായി നൽകുമാറാകട്ടെ.